നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ 36 മസിൽസിൻ്റെ എനർജി വേസ്റ്റാണെന്നാണ് പറയണത്. ഒരാളോട് ദേഷ്യപ്പെടണമെങ്കിൽ മുഖത്തെ 36 പേശികൾ വർക്ക് ചെയ്യണം. എത്ര എനർജി വേസ്റ്റ് ഉണ്ട്! ഇത് മാത്രമല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ടെൻഷനൊക്കെ കൂടുകയും ചെയ്യും. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കണം എന്നുണ്ടെങ്കിൽ 14 മസിൽസിൻ്റെ എനർജി മതി. ഏതാ ലാഭം? എല്ലാത്തിലും നമ്മൾ ലാഭം കാണുന്നവരല്ലേ. ഒരാളോട് ദേഷ്യപ്പെടാൻ 36 മസിൽസിൻ്റെ എനർജി വേസ്റ്റ്. ഞാൻ പറയണതല്ല, മോഡേൺ സയൻസ് പറയണു. ഒരാളുടെ നേരെ ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 36 മസിൽസിൻ്റെ എനർജി വേസ്റ്റ്. അതിന് പകരം ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ 14 മസിൽസിൻ്റെ എനർജി മതി. നിങ്ങൾ പിന്നെ എന്തിനാ ഈ എയർ പിടിച്ചിരിക്കണേന്നാണ് ചോദിച്ചേ. എന്തിനാ ഈ ബലം പിടിച്ചിരിക്കണേ? ഒന്ന് ചിരിച്ചൂടെ? മറ്റുള്ള മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചാൽ മുത്തു പൊഴിയോ? നിങ്ങളുടെ പല്ല് താഴേക്ക് പോവോ? ഇതാ ഭാഗവതം ചോദിച്ചേ. ബി കൂൾ. ഇത് ഡെൻറ്റിസ്റ്റുകളുടെ പരസ്യമല്ല, ഭാഗവതത്തിൻ്റെ പരസ്യമാണ്. ഭാഗവതം പറയണു, മുഖത്ത് നോക്കി ചിരിക്കൂ നിങ്ങൾ. ഈ നമ്മൾ ആരൊക്കെയോ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുക. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ടെൻഷൻ കൊണ്ട് അതൊന്ന് റിലാക്സ് ചെയ്തുകൂടെ? ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിച്ചു കൊടുക്കും. എന്നിട്ട് 10,000 രൂപ കൊടുത്തിട്ട് യോഗയ്ക്ക് ചേരുകയും ചെയ്യും. അത് അവൻ്റെ യോഗം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശീലിച്ചാൽ മതി. അതുകൊണ്ട് പ്രീതിർന്നയാവൽ മൈ വാസുദേവേ, ഭഗവാനിൽ സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ലോകത്തിന് ഉപകാരം ചെയ്യൂ. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി. ഈ ലോകത്തിലുള്ള ആൾക്കാരെ പൊതുവെ അന്ധന്മാരാ. അന്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് ശ്രേയോമാർഗം എന്ന് അറിയാത്തവരാ. അവരെ വീണ്ടും കർമ്മഠന്മാരായിട്ട് കർമ്മത്തിൽ പ്രാചീന പരിഹസിനെ പോലെ കർമ്മങ്ങളിൽ തന്നെ മുഴുകി 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 ഇങ്ങനെ നടക്കുന്നവനെ അന്ധനെ പൊട്ടക്കിണറ്റിൽ കൊണ്ട് തള്ളുന്ന പോലെ ഇരിക്കും. ഒരന്ധൻ വേറൊരന്ധനെ നയിച്ചാൽ എങ്ങനെയിരിക്കും? എവിടെ എത്തും? പൊട്ടക്കിണറ്റിൽ ചെന്ന് വീഴും. അപ്പോൾ സ്വതവേ തന്നെ പ്രവൃത്തി മാർഗത്തിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് നിവർത്തിക്കാനായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജനങ്ങൾ സ്വാർത്ഥമോഹം കൊണ്ട് അന്ധരായിട്ട് പരസ്പരം വൈരമുണ്ടാക്കണു, കലഹമുണ്ടാക്കണു, അഹംബോധത്തോടു കൂടി കലഹിക്കണു. അപ്പോൾ വാസ്തവത്തിൽ വിവേകിയായിട്ടുള്ള ഏതൊരുത്തനാണ് മറ്റുള്ളവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക? അപ്പോൾ എന്ത് വേണം? അറിവുള്ളവർ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഒരു സജ്ജനത്തിൻ്റെ ധർമ്മം. സഹജീവികളുടെ ധർമ്മം അതാണ്. നമുക്കറിയാവുന്നതായ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വ്യയീകൃതേ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മുടെ കുഴപ്പം അങ്ങനെയല്ല. നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എന്താവും? ഘടദീപമാവും. കുടത്തിൻ്റെ ഉള്ളിൽ വച്ചേക്കണ ചെരാത് പോലെയാവും. പുറത്തേക്ക് പ്രകാശം ഉണ്ടാവില്ല. കുടത്തിൻ്റെ ഉള്ളിൽ ചെരാത് വെച്ചാൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും ഉപകാരമാണ്, ലോകത്തിനും ഉപകാരമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരണത്. ഇതെന്തിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നറിയോ? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ യോഗ്യനല്ല. ജന്മം നൽകിയോണ്ട് മാത്രം അച്ഛനാവില്ല. 10 മാസം ചുവന്ന് പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവില്ല. എന്തെങ്കിലും പറഞ്ഞത് കൊടുത്തുകൊണ്ട് ഗുരു ആവില്ല. ആരാ ഗുരു? ഗു ശബ്ദസ്തു അന്ധകാരസ്യാൽ. ഗു എന്ന ശബ്ദത്തിന് അന്ധകാരം, ഇരുട്ട്, തമസ്, അറിവില്ലായ്മ, ഇഗ്നോറൻസ് എന്നാണ്. രു ശബ്ദസ്ഥം നിരോധക. രു എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് അതില്ലാണ്ടാക്കുന്നതാണ്. അന്ധകാര നിരോധിത്വാൽ ഗുരു ഇത്യഭിധീയതേ. അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക് ആര് നയിക്കുന്നുവോ അവനാണ് ഗുരു. വൺ ഹു അനൈഹിലേറ്റ്സ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നോറൻസ് ഈസ് കോൾഡ് എ ഗുരു. അജ്ഞാന അന്ധകാരത്തിനെ തുടച്ചു മാറ്റുന്നവനെയാണ് ഗുരു എന്ന് പറയുക. എല്ലാവരെയും ഗുരു എന്ന് പറയാൻ പറ്റില്ല. ഗുരുർന സസ്യാൽ സ്വജനോ ന സസ്യാൽ പിതാ ന സസ്യാൽ ജനനീ ന സാസ്യാൽ. ബന്ധു ആവണമെങ്കിൽ, ഗുരു ആവണമെങ്കിൽ, അച്ഛനാവണമെങ്കിൽ, അമ്മയാവണമെങ്കിൽ ശ്രേയോമാർഗത്തിനെ കാണിച്ചു കൊടുക്കണം. ഇതാണ് ശരിയായ വഴി, ഇതാണ് ശരിയായ വഴി, ഇതാണ് ശരിയായ വഴി എന്ന് നമ്മൾ നമ്മുടെ സഹജീവികൾക്ക്, പുത്രന്മാർക്ക്, പൗത്രന്മാർക്ക്, അനന്തര തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം.
ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായിട്ട് പോവും. 27 ശ്ലോകങ്ങളിലായിട്ട് ഈ മനുഷ്യജീവിതത്തിൻ്റെ സാഫല്യത്തിനെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു. മക്കൾക്ക് രാജ്യഭാരം കൊടുത്തുകൊണ്ട് പിന്നെ അവിടുന്ന് യാത്രയായി. അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ, ഉന്മാദനെ പോലെ, ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു. വായിൽ കല്ല് കുത്തി നിറച്ച് സഞ്ചരിച്ചു എന്നാ. എന്തിനാ വായിൽ കല്ല് കുത്തി നിറച്ച് സഞ്ചരിച്ചത്? ഇന്നലെ പറഞ്ഞതിൻ്റെ കാര്യം. ഇന്നലെ സന്യാസി വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ കാര്യം. നാവിനെ നിയന്ത്രിക്കാൻ. നമ്മുടെ അകത്തേക്ക് പോണതും നല്ലതാവണം, പുറത്തേക്ക് വരണതും നല്ലതാവണം. അകത്തേക്ക് പോണത് ജ്ഞാനേന്ദ്രിയം, പുറത്തേക്ക് വരണത് കർമ്മേന്ദ്രിയം. രണ്ടും നന്നാവണം, ഇല്ലെങ്കിൽ നമ്മൾ അധപ്പതിക്കും. അപ്പോൾ ഈ നാവ് എന്ന ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാനാണ് ജിതം സർവം ജിതേരസേ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കല്ല് വായിൽ കുത്തി നിറച്ചത്. നടന്ന് കുടകാചലത്തിൽ ഗംഭീരമായൊരു കാട്ടുതീയുണ്ടായി. അതിലേക്ക് നടന്നു ചെന്നു. ശരീരത്തിനെ ഉപേക്ഷിച്ച് ഋഷഭയോഗീശ്വരൻ തൻ്റെ ആ ശരീരത്തിനെ ത്യജിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അവൻ്റെ രാഷ്ട്രപിതാവ് കാണിച്ചു കൊടുത്തതുപോലെ പണ്ട് ഋഷഭയോഗീശ്വരൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഋഷഭൻ്റെ ചരിത്രം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനായി ഭരതൻ്റെ ചരിത്രം പറയണു. അനേക സംവത്സരക്കാലം ഭൂമണ്ഡലത്തിനെ ഭരിച്ച ആ ഭരതൻ്റെ ആ ഭൂമണ്ഡലായാമ വിശേഷമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അധോലോകങ്ങളുടെ വിവരണം ഇവിടെ പറയണു.